കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അവസാന ഗ്രാമങ്ങളിൽ ഒന്നുതന്നെയാണിത്. വൃത്തിയുള്ളതും ഗംഭീരവുമായ റോഡിന്റെ ഇരുവശങ്ങളിലും പൂച്ചട്ടികളും ആ ചെട്ടികളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ഇലകളും പൂക്കളുമൊക്കെയുണ്ട്. ജില്ലാ ആസ്ഥാനമായ കണ്ണൂരിൽ നിന്നും ഏകദേശം 60-ൽ പരം കിലോമീറ്ററുണ്ട് ഈ നാട്ടിലേക്ക്. ബ്രഹ്മഗിരിയുടെ ഓരം പറ്റിയുള്ള മനോഹരമായ ഒരു മലയോര നാട്, എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ ജോയിക്കുട്ടി മാഷ് നാട്. ഇന്നൊരു ഞായറാഴ്ചയാണ്. കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. അങ്ങാടിയിൽ ആൾത്തിരക്ക് വളരെ കുറവാണ്. നല്ല വൃത്തിയുള്ള ഒരു അങ്ങാടി. വീടുപോലെ നാടിനെ സ്നേഹിക്കുന്നവരാണ് ഈ നാട്ടുകാരെന്ന് ഈ അങ്ങാടി കണ്ടാലറിയാം. ഇങ്ങനെ പറയുവാനുള്ള കാരണം, ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം വിചാരിച്ചാൽ മാത്രം ഒരിക്കലും ഒരു നാട് വൃത്തിയുള്ളതാവില്ല. അതിന് ആ നാട്ടുകാരുടെ സഹകരണം കൂടി വേണം. ആ നാട്ടുകാർ സംസ്കാരമുള്ളവരും ദീർഘ വീക്ഷണമുള്ളവരുമായിരിക്കണം. മലയോരത്തിൽ ഈ കൊച്ചു പട്ടണത്തിന്റെ മനോഹര കാഴ്ചകളും കണ്ട് ഞാൻ അങ്ങനെ നടക്കുകയായി. ഇതാണ് പ്രസിദ്ധമായ ഡോൺ ബോസ്കോ കോളേജ്. ഒരു പാരലൽ കോളേജിൽ തുടങ്ങി ഇന്ന് ഇന്റർനാഷണൽ നിലവാരത്തിൽ എത്തി നിൽക്കുന്ന ഒരു കോളേജാണിത്. ഇന്ന് രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പോലും ഇവിടെ പഠിക്കുന്നുണ്ട്. കോളേജും പൂന്തോട്ടവുമൊക്കെ അതിഗംഭീരം തന്നെ. കോളേജിന് അഭിമുഖമായിട്ടുള്ള ഈ കെട്ടിടവും റോഡുമെല്ലാം വൃത്തിയുടെ കാര്യത്തിൽ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ളത് തന്നെ. ഈ നാട് ഏതാണെന്ന് മനസ്സിലായവർക്ക് കമന്റ് ചെയ്യാം. ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണത്രേ കപ്പ ബിരിയാണി. എങ്കിൽ ഉച്ചഭക്ഷണം അതുതന്നെയാവാം. ഞാൻ മിസ്റ്റർ പുഴക്കര. കാഴ്ചകൾ തേടി മറ്റൊരു നാട്ടിലേക്ക് യാത്രകൾ തുടരുന്നു.